ലയൺസ് ക്ലബ് ഓഫ് രാമപുരം ടെമ്പിൾ ടൗണിന്റെ നേതൃത്വത്തിൽ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ സൗജന്യ മെഗാ നേത്ര പരിശോധന ക്യാമ്പും തിമിര പരിശോധനയും നടത്തി. ശസ്ത്രക്രിയ ആവശ്യമുള്ളവരെ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സൗജന്യ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുന്നതാണ്. പരിപാടിയുടെ ഉദ്ഘാടനം രാമപുരം ടെമ്പിൾ ടൗൺ പ്രസിഡന്റ് മനോജ് കുമാർ കെയുടെ അധ്യക്ഷതയിൽ രാമപുരം ഫെറോന വികാരി റവറൻ ഫാദർ ബർഗ്സ്മാൻ കുന്നുംപുറം നിർവഹിച്ചു. ലയൺസ് 3180B ചീഫ് പ്രോജക്ട് കോർഡിനേറ്റർ സിബി മാത്യു പ്ലാത്തോട്ടം മുഖ്യപ്രഭാഷണം നടത്തി. റീജിയൻ ചെയർമാൻ മനോജ് TN, ക്ലബ്ബ് മെമ്പർമാരായ മധു SV, മനോജ് കുമാർ മുരളീധരൻ, സെക്രട്ടറി കേണൽ KNV ആചാരി, അനിൽകുമാർ KP, രമേശ് R, ശ്രീനാഥ് V, ശ്രീകുമാർ, രാജ് മോഹനൻ, മനോജ് TN, ലേഡി ലയൺസ്മാരായ നിഷ മനോജ്, ദിവ്യ മനോജ്, സ്മിത മനോജ്, രശ്മി രമേശ് എന്നിവർ പങ്കെടുത്തു. ക്യാമ്പിൽ പങ്കെടുത്ത 350ഓളം ആൾക്കാരിൽ തിമിര ശസ്ത്രക്രിയ ആവശ്യമായ 40ഓളം പേർക്ക് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ സൗജന്യ ശസ്ത്രക്രിയ നടത്തും. Manoj Kumar, President, Lions Club Temple Town, Ramapur. അദ്ദേഹത്തെ ഈ ക്യാമ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ക്യാമ്പ് സ്വീകരിച്ച് ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യാനും നമ്മളെ ആശീർവദിക്കാനും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ ഫാദർ ബർഗ്സ്മാൻ കുന്നുംപുറം അദ്ദേഹത്തെ ഈ ക്യാമ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ലയൺസ് ക്ലബിൻ്റെ ചീഫ് പ്രോജക്ട് കോർഡിനേറ്റർ ശ്രീ ലയൺസ് സിബി മാത്യു അദ്ദേഹത്തെ ക്യാമ്പിലേക്ക് സ്വാഗതം ചെയ്തു. പ്രോജക്ട് കോർഡിനേറ്റർ IK ക്യാമ്പ് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ ശ്രീ സഞ്ജീവ് അദ്ദേഹത്തെ ഈ ക്യാമ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം എല്ലാ ലയൺസ് ക്ലബ് അംഗങ്ങളെയും അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ എത്തിച്ചേർന്നിരിക്കുന്ന സ്റ്റാഫ് മെമ്പേഴ്സിനെയും ഈ ക്യാമ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ ശ്രീ ലയൺസ് ക്ലബ് സെക്രട്ടറി ശ്രീ KNV ആചാര്യ അദ്ദേഹത്തെ ഈ ക്യാമ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഈ നേത്ര ചികിത്സാ ക്യാമ്പിൻ്റെ
കോർഡിനേറ്റേഴ്സ് ശ്രീ മനോജ് മുരളീധരൻ, മനോജിനെ ഈ ക്യാമ്പിലേക്ക് സ്വാഗതം ചെയ്തു. ശ്രീ രമേശിനെ ക്യാമ്പിലേക്ക് സ്വാഗതം ചെയ്തു. അതോടൊപ്പം എല്ലാ ലയൺസ് അംഗങ്ങളെയും ഫാമിലിയും മെമ്പേഴ്സിനെയും ഇവിടെ എത്തിച്ചേർക്കുന്ന എല്ലാവരെയും ഈ ക്യാമ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ രാമപുരം ടെമ്പിൾ ടൗൺ ലയൺസ് ക്ലബ്ബ് ഇത് മൂന്നാമത്തെ ഐക്യാമ്പാണ്. 3 വർഷമായിട്ട് നമ്മൾ തുടർച്ചയായിട്ട് വിജയകരമായ രീതിയിൽ ഐക്യാമ്പുകൾ നടത്തി വരുന്നു. അങ്കമാലി ഇഫാർ ഹോസ്പിറ്റലുമായിട്ട് ചേർന്ന് ഏകദേശം നമ്മളിപ്പോൾ 100ഓളം രോഗികളെ ആ ആശുപത്രിയിൽ കൊണ്ടുപോയി സൗജന്യമായിട്ട് ഓപ്പറേഷൻ നടത്തുകയുണ്ടായി കഴിഞ്ഞ 3 വർഷങ്ങളിലായി. ഈ വർഷവും നമുക്ക് നല്ലൊരു പിന്തുണയാണ് മേഖലയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വർഷം ഒരു ജീവിതശൈലി യോഗ നിർണ്ണയ ക്യാമ്പുകൾ നടത്തിയിരുന്നു. അതുതന്നെ നമ്മൾ ഈ വർഷവും വീണ്ടും നമ്മുടെ പഞ്ചായത്തുമായിട്ട് ചേർന്ന് ക്യാമ്പ് നടത്തുന്നുണ്ട്. അതുപോലെ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് വേറെ വരുന്നുണ്ട്. അങ്ങനെ 3 വർഷമായിട്ട് നമ്മുടെ ടെമ്പിൾ ടൗൺ ലയൺസ് ക്ലബ്ബ് ഓരോരോ പ്രവർത്തനങ്ങളിലൂടെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഹങ്കർ റിലീഫ് പ്രൊജക്ട്, ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണൽ ഹങ്കർ റിലീഫ് പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അനാഥാലയങ്ങളിൽ എല്ലാ മാസം 1 ദിവസത്തെ ഭക്ഷണം സൗജന്യമായിട്ട് നൽകുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഡയാലിസിസ് കിറ്റുകൾ കഴിഞ്ഞ വർഷം നമ്മൾ 10ഓളം രോഗികൾക്ക് 1 വർഷത്തേക്കുള്ള മുഴുവൻ ഡയാലിസിസുകളും സൗജന്യമായിട്ട് നൽകുകയുണ്ടായി. അതുപോലെ ഈ വർഷവും വളരെ കുറഞ്ഞ നിരക്കിൽ നമ്മൾ ഡയാലിസിസ് കിറ്റുകൾ വിതരണം ചെയ്യുന്നുണ്ട്. അതുപോലെ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ പല സ്കൂളുകളിലും മുഴുവൻ കുട്ടികൾക്കും മെയിൻ്റനൻസ് സൂപ്പർവൈസറി ഫാം തൈകൾ നൽകുകയുണ്ടായി. ഇങ്ങനെ നമ്മുടെ രാമപുരം ടെമ്പിൾ ടൗൺ ലയൺസ് ക്ലബ്ബ് ഓരോരോ പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്തായാലും ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ സ്വാഗതം. നമ്മൾ വളരെ സ്പീഡിൽ നമ്മൾ നടന്നിട്ട് നമുക്ക് പരിപാടികളോട് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ പ്രസംഗം നീട്ടുന്നില്ല. ഉദ്ഘാടനത്തിനായി നമ്മുടെ റബ്ബർ ഫാദർ ബ്രക്വാസ് കുന്നുകുളം അച്ഛനെ ക്ഷണിച്ചു. ഇന്നത്തെ ദിവസം ലോക കൃതജ്ഞതാ ദിനമായിട്ടാണ് ആചരിക്കുന്നത്, താങ്ക്സ് ഗിവിംഗ് ഡേ. വാസ്തവത്തിൽ അത് ഈ ഐക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടിയാണ് എന്ന് ഞാൻ മനസ്സിലോർക്കുകയായിരുന്നു. ലയൺസ് ക്ലബ്ബ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ പല വിധത്തിലുള്ള കാരുണ്യ പ്രവൃത്തികളാണ് ഈ കഴിഞ്ഞ കാലങ്ങളിലും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ടെമ്പിൾ ടൗൺ രാമപുരം ക്ലബ്ബ് പല പരിപാടികളും ഈ ഐക്യാമ്പ് തന്നെ ഇത് 3ാമത്തെ തവണയാണ് സൂചിപ്പിച്ചു. അതുപോലെ പല കാര്യങ്ങളും മനുഷ്യന് ഉപകാരപ്രദമായിട്ടുള്ളതൊക്കെ ചെയ്തു തരുന്ന ഒരു വിഭാഗം. അതുകൊണ്ട് തന്നെ അവരോട് നമുക്ക് മനസ്സിൽ കൃതജ്ഞത തോന്നണം. നമ്മുടെ ഉൾക്കാഴ്ചകളെല്ലാം പല വിധത്തിലും വ്യത്യസ്തമായിരിക്കുമെങ്കിലും കണ്ണിൻ്റെ കാഴ്ച എന്ന് പറയുന്നത് ഏറെ പ്രധാനപ്പെട്ടതാണ്. ആ കാഴ്ച നല്ലതായ രീതിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ആ സന്തോഷം അതിൻ്റെതായ രീതിയിൽ പൂർണ്ണമാവുകയുള്ളൂ. കാഴ്ചയില്ലാത്തവർക്ക് സന്തോഷമില്ല എന്നല്ല അർത്ഥം. ശരിയായ കാഴ്ചകൾ ശരിയായ രീതിയിൽ കാണണമെങ്കിൽ അതിന് നമ്മുടെ കണ്ണുകൾ അതിന് ശക്തമായിരിക്കണം, ബലമുള്ളതായിരിക്കണം. അതിന് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ വർഷങ്ങളായിട്ട് ഈ ഒരു മേഖലയിൽ വളരെ സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ചു വരികയാണ്. നമ്മുടെ ഈ നാട്ടിൽ നിന്നൊക്കെ ഏത് കാലത്തും കണ്ണിൻ്റെ ആവശ്യം വരുമ്പോൾ അത്യാവശ്യം നമ്മുടെ നാട്ടിലുള്ള ഐ ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ പോയാൽ തന്നെയും കുറെ കൂടി ഒരു ഉറപ്പും അതുപോലെ തന്നെ ഈ ശസ്ത്രക്രിയയൊക്കെ ഭംഗിയായിട്ട് ചെയ്യുമെന്നുള്ളൊരു ബോധ്യവും എല്ലാം ഉള്ളത് വർഷങ്ങളായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലാണ്. അപ്പോൾ ആ ഹോസ്പിറ്റലിനോട് ചേർന്ന് അല്ലെങ്കിൽ ഹോസ്പിറ്റലുകാരുടെ കൂടി സഹകരണത്തോടു കൂടിയാണ് രാമപുരം ടെമ്പിൾ ടൗൺ ലയൺസ് ക്ലബ്ബ് ഈ ഒരു പ്രോഗ്രാം ഏറ്റെടുത്ത് നമുക്കായി നൽകിയിരിക്കുന്നത്. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന കുറേയേറെ പേർ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസത്തിന്റെ ഈ പ്രോഗ്രാമിൽ പങ്കുചേരുകയും അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യുമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. അത് നിർവഹിക്കപ്പെടുന്ന ഈ സന്ദർഭത്തിൽ ഞാൻ എല്ലാവരെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. നമ്മുടെ ഈ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പും തിമിര ശസ്ത്രക്രിയയും ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സേവന സന്നദ്ധ സംഘടനയായ ലയൺസ് ഓഫ് ഇന്റർനാഷണലിന്റെ ഏതാനും പ്രോജക്റ്റുകളിൽ ഒന്നായ കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച എന്ന പ്രോജക്റ്റാണ് ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നത്. ലയൺസ് ഇന്റർനാഷണലെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ലോകത്തൊരിടത്തും കാഴ്ചയില്ലാത്ത ഒരാൾ പോലും ഉണ്ടാകരുത് എന്ന കാഴ്ചപ്പാടോടുകൂടി
ഐ ക്യാമ്പുകളും സർജറികളും കണ്ണടകളും എല്ലാം സൗജന്യമായി തന്നെ ചെയ്തു കൊടുക്കുന്നു. ഡയാലിസിസ് രോഗികൾക്ക് ഡയാലിസിസ് കിറ്റുകൾ, ഷുഗർ പേഷ്യന്റിന് ഇൻസുലിൻ, വീടില്ലാത്തവർക്ക് വീട്, വിവാഹ സഹായം, വിശക്കുന്നവർക്ക് ആഹാരം, ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ലയൺസ് ക്ലബ്സ് ഇന്റർനാഷണൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. രാമപുരം ടെമ്പിൾ ടൗൺ ലയൺസ് ക്ലബിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ഈ കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലയിലായി 125ഓളം ലയൺസ് ക്ലബ്ബുകളുണ്ട്. അതിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന, നല്ല പ്രോഗ്രാമുകളും പ്രോജക്റ്റുകളും ചെയ്യുന്ന ഏറ്റവും നല്ലൊരു ലയൺസ് ക്ലബ്ബാണ് രാമപുരം ടെമ്പിൾ ടൗൺ ലയൺസ് ക്ലബ്ബ് എന്ന് പറയാൻ ഏറെ സന്തോഷമുണ്ട്. അവർ കഴിഞ്ഞ 2-3 വർഷമായി ഇതുപോലെ അങ്കമാലി ഹോസ്പിറ്റലുമായി ചേർന്ന് നല്ല നേത്രപരിശോധനാ ക്യാമ്പുകളും അതിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാർക്ക് മുഴുവൻ സൗജന്യമായി ഇവിടെ നിന്നും കൊണ്ടുപോയി അങ്കമാലി കൊണ്ടുപോയി സർജറി ചെയ്ത് തിരിച്ചിവിടെ കൊണ്ടുവന്ന് വിടുന്ന രീതിയിലുള്ള ഈ ഒരു ക്യാമ്പ് ചെയ്യുന്ന ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും ചുരുക്കം ചില ക്ലബ്ബുകളിൽ ഒന്നായ രാമപുരം ടെമ്പിൾ ടൗൺ ലയൺസ് ക്ലബിനോട് ഡിസ്ട്രിക്ട് റീവണേറ്റ് സന്തോഷം അറിയിക്കുകയാണ്. അവർ ചെയ്യുന്ന പുണ്യപ്രവൃത്തികൾ ഇനിയും ഈ വർഷം മുഴുവൻ തുടരട്ടെ. വർഷങ്ങളായി അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ഞങ്ങൾക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ്. തീർച്ചയായും ഇനിയും ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ അവർക്ക് അനുഗ്രഹം ഉണ്ടാകട്ടെ. രാമപുരം ഭവനപ്പള്ളി നല്ലൊരു വികാരിയച്ഛൻ നമുക്കുണ്ട്. എല്ലാ കാര്യത്തിനും നമുക്ക് വേണ്ട പിന്തുണ അച്ഛൻ തരും. കാരണം ഏതാണ്ട് 30-35ഓളം വർഷമായി എനിക്കറിയാവുന്ന എൻ്റെ ചെറുപ്പത്തിലെ ഇടവക അസിസ്റ്റന്റ് വികാരിയായി വന്ന കാലം മുതൽ അച്ഛനെ അറിയാം. നമ്മുടെ പാലാരൂപതയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും നല്ല വൈദികരിൽപ്പെട്ട നല്ലൊരു അച്ഛനെയാണ് രാമപുരത്തിന് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് സന്തോഷം തരുന്ന കാര്യമാണ്. തീർച്ചയായും നമുക്ക് ഒരുമിച്ച് രാമപുരത്തും പരിസര പ്രദേശങ്ങളിലുമുള്ള പാവങ്ങൾക്കും രോഗികൾക്കും വിദ്യാർത്ഥികൾക്കും ഒക്കെയായി ഒട്ടേറെ നല്ല കാര്യങ്ങൾ രാമപുരം ടെമ്പിൾ ടൗൺ ലയൺസ് ക്ലബിന്റെ പേരിൽ അവരുടെ നേതൃത്വത്തിൽ ചെയ്യാൻ സാധിക്കട്ടെ. ഡിസ്ട്രിക്ട് റീവണേറ്റ് ബിയുടെ പിന്തുണ തീർച്ചയായും നിങ്ങളോടൊപ്പം ഉണ്ടാകും. അതിനുള്ള അനുഗ്രഹം ദൈവം തരട്ടെ. ഈ ക്യാമ്പ് നിങ്ങൾക്കെല്ലാം പ്രയോജനകരമായി തീരട്ടെ. ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുന്ന എല്ലാവർക്കും സൗജന്യമായി അങ്കമാലിയിൽ പോയി സർജറി ചെയ്ത് തിരിച്ചു വന്ന് നല്ല രീതിയിൽ നല്ല കാഴ്ചയുള്ളവരായി തീരുവാനുള്ള അനുഗ്രഹം ദൈവം തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു നല്ല പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ലയൺസ്. നമ്മുടെ രാമപുരത്തെ സംബന്ധിച്ചിടത്തോളം ലയൺസ് ക്ലബ്ബ് നോക്കിയപ്പോൾ കണ്ട പ്രധാനപ്പെട്ട ഒരു പോരായ്മ, വളരെ കാര്യങ്ങളിൽ രാമപുരം മുൻപന്തിയില്ല. സാംസ്കാരിക രംഗത്തും സാമൂഹിക രംഗത്തും. പക്ഷെ ആരോഗ്യ രംഗത്ത് നമുക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഇല്ല എന്നുള്ളത് രാമപുരത്തിൻ്റെ വലിയൊരു പോരായ്മ. പ്രത്യേകിച്ച് വിദഗ്ധ ചികിത്സ ആവശ്യമുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ സമീപത്തുള്ള പട്ടണങ്ങളിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയാണ്. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് അടിസ്ഥാനപരമായിട്ടുള്ള മനുഷ്യന്റെ ഒരു അവകാശമാണ് ആരോഗ്യം എന്നുള്ളത് മുൻനിർത്തി ഐ ക്യാമ്പുകൾ, ഡയബറ്റീസ് ക്യാമ്പുകൾ, ചൈൽഡ്ഹുഡ് ക്യാൻസർ, അതുപോലെ തന്നെ സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള വിവിധ സർവീസ് പ്രൊജക്റ്റുകൾ നടത്തി എല്ലാ വർഷവും രാമപുരം ടെമ്പിൾ ക്ലബ്ബ് ഈ രാമപുരത്തിന് ഒരുപാട് സർവീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആരോഗ്യരംഗത്ത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ കാഴ്ച എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ലയൺസ് സിബി മാത്യു പറഞ്ഞ പോലെ രാമപുരത്തെ സാമ്പത്തികമായിട്ട് തിമിരത്തിന്റെ ഓപ്പറേഷൻ നമ്മൾ പൈസ മുടക്കി ചെയ്യണമെങ്കിൽ 20,000 രൂപ മുതൽ പല ഹോസ്പിറ്റലുകളും വ്യത്യാസമാണ്. ലയൺസ് ക്ലബിന് തന്നെ ഒരു ഐ ഹോസ്പിറ്റൽ ഉണ്ട്. പൈക എന്ന് പറഞ്ഞ സ്ഥലത്ത് ലയൺസ് ക്ലബിന്റെ ഒരു ഹോസ്പിറ്റലുണ്ട്. അവിടെ 50% സബ്സിഡിയോട് കൂടി ഈ തിമിര ശസ്ത്രക്രിയ ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും അതുപോലും താങ്ങാൻ ശേഷിയില്ലാത്ത ആൾക്കാരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് തിമിര ശസ്ത്രക്രിയ ആവശ്യമുള്ളവരെ കണ്ടെത്തി അവർക്ക് സൗജന്യമായി ഈ തിമിര ശസ്ത്രക്രിയ നടത്തി അവരെ തിരിച്ച് വാഹനത്തിൽ കൊണ്ടുപോയി തിരിച്ചിവിടെ കൊണ്ടുവരുന്ന ഈ ഒരു പ്രൊജക്ട് കഴിഞ്ഞ 3 വർഷമാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ ഞങ്ങളോട് സഹകരിക്കുന്ന അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിന് ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇന്നത്തെ ഈ പ്രോഗ്രാം ഒരു വിജയമായി തീരട്ടെന്ന് ആശംസിച്ചുകൊണ്ട് വാർത്തച്ചു. ഞാൻ ഇവിടെ പ്രതിനിധീകരിച്ചിരിക്കുന്നത് ഹെൽത്ത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു NGO ആണ്. അത് നാഷണൽ NGO ആണ്. വയോജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. ഇവിടെ 45 വർഷത്തിലധികം ആയിട്ട് പ്രവർത്തിച്ചു വരുന്നു. അത് ഡൽഹിയിലാണ് അതിൻ്റെ ഹെഡ് ഓഫീസ്. ഇവിടെ പഴമ്പള്ളിയിൽ നിന്നാണ് ഇപ്പോൾ ഞാൻ വരുന്നത്. ഇപ്പോൾ എല്ലാവരും പറഞ്ഞതുപോലെ മനോജ് സാറ് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറയുകയായി കുറേ കാര്യങ്ങൾ ലയൺസ് ക്ലബ്ബ് ചെയ്യുന്നുണ്ട്. അത് പറഞ്ഞതുപോലെ തന്നെ ഹെൽപ്പേജിൻ്റെയും വയോജനങ്ങൾക്ക് വേണ്ടി 16-ലധികം പ്രോജക്റ്റുകളായിട്ട് ഡോക്ടർ കൺസൾട്ടേഷൻ, ഇതുപോലെ ഐ ക്യാമ്പ്, കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇന്റേൺഷിപ്പ്, അങ്ങനെ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്. ഇത് വയസ്സായി വരുന്ന ആൾക്കാർക്ക് ഇന്ത്യൻ ജനറേഷനായിട്ട് പല കാര്യങ്ങളും ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ ഞാൻ സമയക്കുറവുപോലെ ഇതെല്ലാം പറയാനുള്ള സമയം കൂടിയില്ല. അപ്പോൾ അങ്കമാലി എല്ലാ ആശുപത്രിയുടെയും
ലയൺസ് ക്ലബിൽ അവർക്ക് നടത്തുന്നു. ആദ്യം അവർ രജിസ്റ്റർ ചെയ്തവർക്ക് ഇവിടെ സ്ക്രീനിങ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡോക്ടറെ കണ്ട് ഓപ്പറേഷൻ ആവശ്യമായവർക്ക് അവിടെ കൗൺസിലിംഗ് നൽകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പോകാവുന്നതാണ്. പെട്ടെന്ന് ഇത് തീരുന്നതാണ്. ഇപ്പോൾ എല്ലാവർക്കും ആശംസകളെ ഇതിൻ്റെ വാർത്തകൾ തീർക്കുന്നു. അതിന് നമസ്കാരം. ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണം സ്വീകരിച്ചു വന്ന ഈ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട വികാരി വെരി റെവറൻഡ് ഫാദർ ബർക്ക്മാൻസ് കുന്നുംപുറം അച്ഛൻ, ലയൺ ശ്രീ സി.ബി. മാത്യു സർ, അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൻ്റെ പ്രോഗ്രാം കോർഡിനേറ്റർ ശ്രീ ഷൈജി സൈഫു, റീജിയൻ ചെയർമാൻ ശ്രീ മനോജ്, ബാക്കി നമ്മുടെ ലയൺസ് ക്ലബിൻ്റെ അംഗങ്ങൾ, മറ്റ് ചെയർമാൻമാർ, നാട്ടുകാരെ, പ്രിയ സുഹൃത്തുക്കളെ, ഇത് മൂന്നാമത്തെ തവണയാണ് നമ്മുടെ ലയൺസ് ക്ലബ് ടെമ്പിൾ ടൗൺ ഈ ഐ ക്യാമ്പ് സംഘടിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഈ ഒരു പ്രയത്നം, ഈ ഒരു യജ്ഞം നമ്മുടെ ലയൺസ് ക്ലബിൻ്റെ ഇനിയും മുമ്പോട്ട് പോകും. നമ്മുടെ ഇന്നത്തെ ഈ ആയോജനത്തിൻ്റേതായിട്ടുള്ള യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ശ്രീ മനോജ് കുമാറിന് വളരെ നല്ല ഹൃദയത്തോടുകൂടി നന്ദി പറയും. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ഈ യോഗത്തിൽ ഉദ്ഘാടനം ചെയ്യാൻ വന്ന നമ്മുടെ പ്രിയപ്പെട്ട വികാരി അച്ഛൻ വെരി റെവറൻഡ് ഫാദർ ബർക്ക്മാൻസ് അച്ഛന് ഞാൻ നന്ദി പറയുന്നു. പോയി കണ്ട ഉടൻ തന്നെ അച്ഛന് പറയുകയുണ്ടായി, നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, നമ്മുടെ നാടിന് നല്ല ആൾക്കാർക്ക് വേണ്ടിയാണ്, നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് കുട്ടികൾക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ഇത് തീർച്ചയായും നന്നായി വരും, നന്നായി നടക്കണം എന്ന് അച്ഛൻ നന്നായി തന്നെ ആശംസിച്ചിരുന്നു. അതുകൊണ്ട് ആ സമയത്ത് തന്നെ അച്ഛൻ അത് നോട്ട് ചെയ്തിട്ട് ഇത്ര സമയം ഞാൻ വന്നുകൊള്ളാം എന്ന് ഞാൻ പുറത്തു വന്നിരുന്നു. അച്ഛൻ വളരെ 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 നന്ദിയുണ്ട്. നമ്മുടെ ലയൺസ് ക്ലബിൻ്റെ പ്രോഗ്രാം കോർഡിനേറ്റർ ശ്രീ സി.ബി. മാത്യു സാറിന് വളരെ വളരെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. കാരണം ഈ പ്രോഗ്രാം നമുക്ക് എല്ലാവിധ സഹകരണങ്ങളും സഹായങ്ങളും ചെയ്തു തന്ന സി.ബി. മാത്യു സാറിന് നന്ദി പറയും. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൻ്റെ ഐ ക്യാമ്പിലേക്ക് വന്നിരിക്കുന്ന ടീം ഇൻചാർജ് ശ്രീ സൈജുവിനും അവരുടെ കൂടെ വന്നിരിക്കുന്ന ഡോക്ടേഴ്സും മറ്റ് സ്റ്റാഫിനും നന്ദി പറയും. ഈ സ്കൂളിൻ്റെ ഈ പരിസരം, ഈ കെട്ടിടം നമുക്ക് കെട്ടിത്തന്ന നമ്മുടെ സ്കൂളിൻ്റെ മാനേജർ അച്ഛനുമായ ശ്രീ ഫാദർ ബർക്ക്മാൻസ് അച്ഛനും സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ടീമിനും ഞാൻ നന്ദി പറയുകയാണ്. ഇന്നത്തെ ഈ പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിച്ചെടുക്കുന്നതിൽ നമ്മുടെ ലയൺസ് ക്ലബിൻ്റെ ശ്രീ രമേശിനും മനോജനും മധുവിനും മറ്റെല്ലാവർക്കും നല്ല നല്ല പങ്കുണ്ട്. അവരോടും ഞാൻ പ്രത്യേകിച്ച് നന്ദി പറയുകയാണ്. ഇതിൻ്റെ സംഘടിപ്പിക്കുന്നതിനായിട്ട് കാറ്ററിങ്ങിൻ്റെ ഭാഗത്തു നിന്നും സൗണ്ട് സിസ്റ്റത്തിൻ്റെ ഭാഗത്തു നിന്നും പലരും നമ്മളോട് സഹകരിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം ഞാൻ നന്ദി പറയുന്നു. നമസ്കാരം.